നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുകയാണ്. AICC പേര് കൈമാറിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനി എന്താകും PV അൻവറിന്റെ നീക്കങ്ങൾ എന്ന് തന്നെയാണ് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നിങ്ങൾ വിപരീതമായ തെരഞ്ഞെടുപ്പായിരുന്നു ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ പിതൃസ്ഥാനിൽ നിന്ന് വിളിച്ച കേരള നിയമസഭയിൽ 140 MLA ഒറ്റൊരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റൊരാൾ. ആ ഒറ്റ ഒരാൾ രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അയാളുടെ പിന്തുണ CPM ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങളല്ല, അൻവറിന്റെ പിന്തുണ ഇല്ലല്ലോ, നിങ്ങൾ 5 വർഷം മുൻപ് ജയിപ്പിച്ച് വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് CPM-നോടാണ്. അവരല്ലേ പിന്തുണ പോയത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് നിന്ന് നഷ്ടമുള്ളത് CPM-ന്റെ കയ്യിലുണ്ടായിരുന്ന MLA, സിറ്റിംഗ് സീറ്റിലുണ്ടായിരുന്ന MLA, ആ MLA രാജിവെച്ച് ഈ സർക്കാരിന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ, ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ, കൊള്ളകൾ, കൊള്ളരുതായ്മകൾ, പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ അതേ ഉച്ചത്തോട് കൂടിയിട്ട് ഒരു CPM-ന്റെ MLA പുറത്തു വരികയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഈ കോൺഗ്രസിന് നേരെ തിരിക്കുന്നതിന് പകരം നിങ്ങൾ ദയവ് ചെയ്ത് CPM-ന് നേരെ തിരിക്കുന്നതാണ് കാര്യങ്ങൾ. അത് കോൺഗ്രസിനെതിരെ തിരിക്കുന്നതിന് പകരം CPM-നെതിരെ തന്നെയാണ് തിരിക്കേണ്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്.